ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കൃഷ്ണക്ഷേത്രത്തിൽ ഞാനീ പറയുന്ന ഒരു സമയം ദർശനം നടത്തി ഈ ഒരു വഴിപാട് ഞാനീ പറയുന്ന വഴിപാട് ചെയ്താൽ സാമ്പത്തികം അടിമുടി മാറുമെന്നുള്ളതാണ്. ലളിതമായ കാര്യമാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസവും വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു, ഈ പറഞ്ഞ കാര്യം ചെയ്ത് ഷിപ്പിലെ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ആദ്യത്തെ പരീക്ഷ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലി കിട്ടി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് ഇട്ടുവന്നു. ഞാൻ അതിപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. പിന്നെ അവരുടെ നമ്പറും എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ ഒരു കാര്യം വെറുതെ പറയത്തില്ല, സത്യമുള്ള കാര്യമേ പറയത്തുള്ളൂ. ഞാനീ പറഞ്ഞ കാര്യം ചെയ്തതാണ്, പെട്ടെന്ന് രക്ഷപ്പെടുമെന്നുള്ളതാണ്. കൃഷ്ണന് ഞാനീ പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ ഞാനീ പറയുന്ന ഒരു ലളിതമായ വഴിപാടേ പറയത്തുള്ളൂ. ചെയ്ത് നോക്കുക, നല്ല കാര്യമല്ലേ. അത് ഏത് ദിവസമാണ്, ഏത് സമയമാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഏത് വീടും രക്ഷപ്പെടും, ഏത് കുടുംബവും രക്ഷപ്പെടും, ഏത് വ്യക്തിയും രക്ഷപ്പെടും. സാമ്പത്തിക അടിമുടി മാറും. നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, പണത്തിൻ്റെ വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാവും. അതായത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു രക്ഷപ്പെടുന്നില്ല, ഒരു മാറ്റമില്ല, നല്ലൊരു ജീവിക്കാൻ പര്യാപ്തമായ ഒരു നല്ല ജോലി കിട്ടുന്നില്ല, അല്ലെ സാമ്പത്തികമായ കടക്കണിയിലാണ്. ഈ ഒരു കാര്യം ഭഗവാൻ കൃഷ്ണന് ചെയ്തു നോക്കുക. ഞാൻ വ്യാഴത്തിൻ്റെ, ഭഗവാന്റെ കൃഷ്ണൻ്റെ ഒരു വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം ചില കാര്യങ്ങൾ, ചെറിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ജീവിതം മാറുക. ആ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും. അപ്പം എങ്ങനെ ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. നിങ്ങൾക്ക് കേട്ടിട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, ലളിതമായ കാര്യങ്ങൾ അല്ല ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരാം. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. ഓം നർപ്പവേ 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 എല്ലാം പറഞ്ഞുതരാം. അപ്പോഴേ കൃഷ്ണക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തി ഈ പറയുന്ന ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാം. ഏതൊരാൾക്കും ചെയ്യാം. ആ കുടുംബം തന്നെ അവരുടെ ഇന്നേ വരെയുള്ള ജീവിതം പിന്നല്ല നാളെയുള്ള ജീവിതം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പം നാളെ മാറുമെന്നല്ല, അവരുടെ ജീവിതം ഉടനടി തന്നെ, അധികം താമസിയാതെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോഴത് ചെയ്യാവുന്ന കാര്യം, നമ്മൾ കൃഷ്ണക്ഷേത്രത്തിൽ ശ്രദ്ധിച്ച് കേട്ടോണം. രാവിലെ 6-നും 7-നും ഇടയ്ക്ക് ദർശനം നടത്തണം. അതിനു മുമ്പ് വ്യാഴത്തിൻ്റെ ഒരു രഹസ്യം പറയാം. നമ്മൾ പെട്ടെന്ന് കൃഷ്ണന് വഴിപാട് ചെയ്താൽ ഫലം കിട്ടണമെങ്കിൽ ഒരു വിദ്യ പറഞ്ഞുതരാം. അതായത് വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈശ്വരാധീനം ചിന്തിക്കുന്നത്. വ്യാഴം, ഈ വ്യാഴപ്രീതി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദൈവാധീനം ഉണ്ടായി വരും, എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ്. വ്യാഴം അനുകൂലം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. വ്യാഴപ്രീതി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എല്ലാം നടക്കും. അതിന് ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഈ വഴിപാട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഏതെങ്കിലും കാര്യം അറിവുണ്ട്, അല്ലെ നമ്മൾ എന്തെങ്കിലും ആയി, അല്ലെ എന്നെ കവിഞ്ഞ ആരുമില്ല, അല്ലെ എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട് എന്ന ഒരു ചിന്ത മനസ്സിൽ പാടില്ല. അങ്ങനെ ചിന്ത ഉണ്ടായാൽ വ്യാഴം പ്രവർത്തിക്കത്തില്ല. ഇതൊരു രഹസ്യമാണ്. ഇതൊക്കെ മഹർഷിമാർക്കറിയാവുന്ന രഹസ്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഈ രഹസ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വഴിപാട് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ത്രിമധുരവും ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലിയും, ഈ 2 കാര്യം ചെയ്യുക. വ്യാഴാഴ്ച രാവിലെ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ 6-നും 7-നും ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ അഹങ്കാരമില്ലാതെ, എനിക്ക് കഴിവുണ്ട്, അല്ലെ എനിക്ക് വീടുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, ഈ ചിന്തയൊന്നുമില്ലാതെ, എല്ലാം ഭഗവാൻ തന്നതാണ്, ആ അഹങ്കാരമില്ലാതെ നിങ്ങൾ കൃഷ്ണനെ വിളിക്കണം. പെട്ടെന്ന് ഭഗവാൻ അനുഗ്രഹിക്കും. കൃഷ്ണൻ നല്ല ഏത് ദേവതയെ അനുഗ്രഹിക്കും. പിന്നെ വ്യാഴത്തിൻ്റെ ഒരു രഹസ്യമാണ് പറഞ്ഞത്, വ്യാഴം പ്രസാദിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിൽ ത്രിമധുരവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഈ കൃഷ്ണന് രാവിലെ 6-നും 7-നും ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് പ്രാർത്ഥിച്ചു വെക്കുക. അങ്ങനെ ചെയ്തവർക്കാണ് ഒരു അമ്മയുടെ മോന് ഷിപ്പിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി എന്ന് പറഞ്ഞ്, അത് ആദ്യത്തെ ചാൻസസ് തന്നെ കിട്ടി. എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ അതൊരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഒരു നല്ല ഓർമ്മയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ പല ഹൃദയത്തിൽ തട്ടുന്ന അനുഭവങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പോൾ അത് ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ല, സത്യസന്ധമായ കാര്യമേ പറയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും പുതിയ മാർഗങ്ങൾ ഭഗവാൻ തരും.
പുതിയ പുതിയ വഴികൾ ഭഗവാൻ തുറന്നു വരും. അത്ഭുതകരമായ കാര്യമാണ് ഇത്. നമ്മൾ ഈ രഹസ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വഴിപാട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. വ്യാഴാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അതിൻ്റെ കൂടെ ശനിയാഴ്ച 2 പഴുത്ത കദളിപ്പഴം, അതായത് നമ്മൾ കഴിക്കുന്നതിൽ നല്ലതായിരിക്കണം, ആരും ഇരിഞ്ഞോ ഒന്നും ആയിരിക്കരുത്, നന്നായിട്ട് പഴുത്തതായിരിക്കണം. തലേദിവസം പച്ചമരുന്നാളെ നിന്ന് വാങ്ങി വെക്കണം. 2 നല്ലതായിട്ട് പഴുത്ത കദളിപ്പഴവും അതിൻ്റെ കൂടെ കൂവളത്തിലെ അർച്ചന, 2 പഴുത്ത കദളിപ്പഴവും കൂവളത്തിലെ അർച്ചനയും കൂടെ ശിവന് ശനിയാഴ്ച രാവിലെ സമർപ്പിക്കുക. ഏതു വ്യക്തിയും തൊഴിലിൽ രക്ഷപ്പെടും, തൊഴിൽ കിട്ടും, സമ്പത്തുണ്ടാകും, ഒരു സംശയം വേണ്ട. അതായത് അത് എല്ലാവർക്കും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്, പിന്നെ ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് നല്ലതാണ്, മികച്ച തൊഴിൽ കിട്ടാൻ നല്ലതാണ്. ഏത് വ്യക്തിയും തൊഴിൽപരമായിട്ട് രക്ഷപ്പെടും. ഇത് സാധിക്കുന്ന പോലെ ശനിയാഴ്ചകൾ രാവിലെ ആവർത്തിക്കണം. 2 പഴുത്ത കദളിപ്പഴവും അതിൻ്റെ കൂടെ കൂവളത്തിലെ അർച്ചനയും കൊടുക്കുക ശനിയാഴ്ച രാവിലെ. ഇതും കൂടി അവർ ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. എല്ലാ വീട്ടിലും മക്കളും ഒക്കെ പഠിച്ചു നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ നല്ല ജോലി കിട്ടി ആ കുടുംബം രക്ഷപ്പെടും. പിന്നെ ജീവിതം തന്നെ മാറും. അപ്പം നല്ല നിലയിൽ മക്കളൊക്കെ പഠിച്ചു നല്ല രീതിയിലാകാനും മാത്രമല്ല ഇത് ആർക്കും ചെയ്യാം. അവരുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മാറും, വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ വരും. ഭഗവാന് കൃഷ്ണന് വ്യാഴാഴ്ച ത്രിമധുരവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഞാൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ മനസ്സോടുകൂടി നിങ്ങൾ ചെയ്താൽ, ഒരു അഹങ്കാരവും ഇല്ലാതെ, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു അഹങ്കാരവുമില്ല, എല്ലാം ഭഗവാൻ തരുന്നതാണ് എന്ന ചിന്തയിൽ ചെയ്താൽ ആ ഭാഗ്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഭഗവാൻ വലിയ അനുഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുമെന്നുള്ള. അപ്പം കൃഷ്ണനും ശിവനുമുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞ ലളിതമായ കാര്യങ്ങളാണ്. ഇത് ഈ 6-നും 7-നും ഇടയ്ക്ക് ചെയ്യണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ, ആ സമയത്തിനകത്ത് കാര്യമുണ്ട്. ഈ 6 മണി എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പുള്ള സമയമാണ്. 6 മണി, ഒരു 6:30 ആണ് ശരാശരി സൂര്യോദയം വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 6-ന് ഒന്നുകിൽ സൂര്യോദയത്തിന് അല്പം മുമ്പ്, അല്ലെ സൂര്യോദയം കഴിഞ്ഞാൽ ഉടനെ. ഈ സമയത്തിന് പ്രാധാന്യമുണ്ട്. ആ സമയം ഉണർവിൻ്റെ സമയമാണ്. എന്നാത്തിൻ്റെ ഉണർവിൻ്റെയാണ്? പ്രകൃതിയുടെ ഉണർവിൻ്റെ സമയമാണ്. ആ സമയത്ത് നമ്മുടെ ബോധവും ഒരു ഉണർവിലാണ്. നമ്മുടെ ബോധം ഉണർവിൽ ഉള്ള ഒരു സമയമാണ്. മാത്രമല്ല നമ്മുടെ ആ ഒരു ചില രഹസ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മുടെ ഉള്ളിലെ ആ ബോധത്തിൻ്റെ ആത്മീയമായ ഈശ്വരീയമായ ഒരു ഉണർവിൻ്റെ സമയമാണ് സൂര്യോദയത്തിന് പുറകോട്ടുള്ള അരമണിക്കൂറും സൂര്യോദയം കഴിഞ്ഞുള്ള അരമണിക്കൂറും. അപ്പോൾ 6-നും 7-നും ഇടയ്ക്ക് ശരാശരി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഫലിക്കുന്നതും കൂടെ ഒരു കാര്യം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഫലിക്കും. അല്ലാതെ ഞാനീ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. വെറുതെ ഒരു കാര്യം ചെയ്താൽ അത് ഫലം ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഒരു കാര്യം ഒരു വഴിപാട് ഒരു 10 തവണ ചെയ്യുന്നതിനെക്കാട്ടി 1 തവണ ചെയ്താൽ ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ധന്വന്തരിമൂർത്തിയുടെ ഫോട്ടോ വാങ്ങണം. ഫോട്ടോ വാങ്ങി ധന്വന്തരമൂർത്തിയുടെ ഫോട്ടോ നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. നമുക്ക് ഗൂഗിളിലൊക്കെ നെറ്റ് വഴി വാങ്ങാം. കുട്ടികൾക്കൊക്കെ അറിയാം, അവരൊക്കെ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വാങ്ങിത്തരും. ഗൂഗിൾ വഴി പൈസ കൊടുത്താൽ മതി ധന്വന്തരമൂർത്തിയുടെ. അപ്പോൾ വലിയ പൈസയൊന്നും ആകത്തില്ല. ധന്വന്തരമൂർത്തിയുടെ ഫോട്ടോ വാങ്ങിയിട്ട് ആ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങളൊരു ചെറിയ ടിന്നിനകത്ത് ഭസ്മം ഇട്ടിട്ട് ആ ഭസ്മത്തിൽ നിന്ന് ഒരു നുള്ളി എടുത്ത് നിങ്ങളുടെ വലത് കൈയുടെ ഉള്ളംകൈയിലും ഇടത് കൈയുടെ ഉള്ളംകൈയിലും വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രഹസ്യ മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും. അതായത് കടങ്ങൾ മാറും. ആ വീട്ടിലുള്ളവരുടെ ഇപ്പം മദ്യപാന ലഹരിയൊക്കെ ഉള്ള സ്വഭാവങ്ങൾ മാറും. വെളിയിലൊക്കെ പോയി രക്ഷപ്പെടും, അല്ലാതെ ജോലി ചെയ്ത് രക്ഷപ്പെടും. ഈ രക്ഷപ്പെടാനുള്ള തടസ്സങ്ങൾ മാറും. എല്ലാവിധ ദൃഷ്ടിദോഷങ്ങളും ശാപദോഷങ്ങളും മാറ്റാൻ ധന്വന്തരമൂർത്തിക്ക് ഭസ്മം വെച്ച് വിദ്യ ചെയ്താൽ പറ്റും. കാരണം ഇത് വളരെ രഹസ്യമായ ഒരു കാര്യമാണ്. ഇത് 2 കൈയിലും ഉള്ളം കൈയിൽ ഒരു നുള്ളി ഭസ്മം വെച്ച് ധന്വന്തരമൂർത്തിയുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ആ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങളുടെ 2 കൈയിലും ഉള്ളം കൈയിൽ ഒരു നുള്ളി ഭസ്മം വെച്ച് ഈ മന്ത്രം ജപിക്കുക. ഓം വാസുദേവായ വിദ്മഹേ സുധാഹസ്തായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഇത് എഴുതി വെച്ചോണേ. ഞാൻ വീഡിയോയുടെ താഴെ എഴുതി ഇടാൻ ശ്രമിക്കാം. ഇല്ലേലും ഇത് കേട്ട് നിങ്ങൾക്ക് ജപിക്കാം. എന്നാലും ഞാൻ എഴുതി ഇടാൻ ശ്രമിക്കാം. ഒന്നുകൂടെ ജപിക്കാം. ഓം വാസുദേവായ വിദ്മഹേ സുധാഹസ്തായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്. ഇതിന് ഈ ഗായത്രിക്ക് അത്ഭുത ശക്തിയുണ്ട് കേട്ടോ. ഗായത്രി മന്ത്രങ്ങൾ ഏതായാലും ആ ദേവതയുടെ എനർജിയുമായിട്ട് പെട്ടെന്ന് കണക്ട് ആവും. അതാണ് ഗായത്രിയുടെ ഒരു രഹസ്യം. ഏത് ഗായത്രി ജപിച്ചാലും ഇത് ധന്വന്തരി മൂർത്തിയുടെ ചെയ്യുമ്പോൾ ധന്വന്തരിയുടെ ആ ദേവതയുമായിട്ട് നമ്മളുടെ ബോധം കണക്ട് ആവും. അതിനാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നത്.
ഗായത്രികൾ, ഈ ധന്വന്തരി ഗായത്രി ഇങ്ങനെ നിങ്ങൾ ജപിച്ചിട്ട് ഒന്നുകിൽ ഈ ഭസ്മം നിങ്ങൾക്ക് പടിഞ്ഞാട്ട് നിന്ന് ഇങ്ങനെ ഊതിക്കളയാം, പടിഞ്ഞാട്ട് ഊതുക, അല്ലെങ്കിൽ തൊട, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ദിവസവും രാവിലെ ചെയ്യുക. പിന്നെ ഈ ധന്വന്തരമൂർത്തിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെറിയൊരു തട്ട് പോലെ അടിച്ചിട്ട് വേണമെങ്കിൽ ആ ഡപ്പി ഭസ്മം അവിടെ വയ്ക്കാം, ഒരു ഡപ്പി ഭസ്മം വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും, ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകും. കാരണം ഈ ധന്വന്തരമൂർത്തിയെ കൊണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ധന്വന്തരമൂർത്തി ഇപ്പൊ ആയുർവേദത്തിന്റെയും ഒക്കെ ദേവനാണ്. അതോടൊപ്പം നമ്മുടെ കടങ്ങൾ മാറാനും ഒരാളുടെ ഈ മദ്യപാന, ലഹരി, വഴക്ക് പിടിക്കുക എന്ന് വേണ്ട ദോഷ സ്വഭാവങ്ങൾ മാറാനും സ്വഭാവ ശുദ്ധീകരണം ഉണ്ടാകാനും വലിയ സമ്പത്ത് നൽകാനും ധന്വന്തരമൂർത്തിക്ക് കഴിവുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ധന്വന്തരി ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ധന്വന്തരമൂർത്തിക്ക് വിഷ്ണു പൂജ എന്ന് പറഞ്ഞൊരു ഒരു പൂജയുണ്ട്. ആ പൂജയ്ക്കകത്ത് ഒരു കൂടി ഭസ്മവും കൂടെ വെച്ചാണ് ചെയ്യുന്നത് തിരുമേനി. അപ്പം അത് പലപ്പോഴും ഞാനും ചെയ്യാറുണ്ട്. ഈ ഭസ്മം ധന്വന്തരമൂർത്തിക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തവരെല്ലാം ഇന്ന് വലിയ സമ്പന്നരാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് ചെയ്താലും മതി, ഇപ്പം വീട്ടിൽ ചെയ്താൽ മതി, നിങ്ങൾക്കത് മാറ്റം ഉണ്ടാവും. അപ്പം എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല എത്ര മോശം കൂട്ടുകെട്ടി പോകുന്നവരാണെങ്കിലും നന്നായിട്ടുണ്ട് ധന്വന്തരമൂർത്തിയുടെ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ. നമുക്കിത് ആ വ്യക്തിയെ ചിന്തിച്ചും ചെയ്യാം. ഒരു വ്യക്തിക്ക് സ്വഭാവം നന്നാകണമെങ്കിൽ ആ വ്യക്തിയെ ചിന്തിച്ച് ഭസ്മം ഇങ്ങനെ രണ്ട് കയ്യിൽ ഊതിയാൽ മതി. ഓം നമോ നാരായണായുടെ ഒരു വിദ്യ പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ ഭസ്മം ഊതുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു വിദ്യയാണിത് കേട്ടോ, ധന്വന്തരമൂർത്തിയുടെ. അപ്പം നിങ്ങളിത് പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഇനി ഓം നമോ നാരായണയുടെ വിദ്യ ചെയ്യുന്നവർ, ആ ഭസ്മം കൊണ്ട് ഊതുന്ന വിദ്യ ചെയ്യുന്നവർ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി ഇത് ചെയ്താലും കുഴപ്പമില്ല. ഇത് രണ്ടും ഒരേപോലെ ശക്തി നൽകുന്ന വിദ്യകളാണ്. മനസ്സിലായില്ലേ? ഓം നമോ നാരായണയുടെ ഭസ്മം ഊതുന്ന ഒരു വിദ്യ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ധന്വന്തരമൂർത്തിയുടെയും. രണ്ടും ചെയ്താലും കുഴപ്പമില്ല, അല്ലെ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനി പലർക്കും പലതല്ലേ പറ്റുന്നത്. ചിലർക്ക് ചിലപ്പോൾ ഓം നമോ നാരായണ ചെയ്യാനാണ് പറ്റുന്നത്, ചിലർക്ക് ചിലപ്പോൾ ധന്വന്തരമൂർത്തിയുടെ ആയിരിക്കും കൂടുതൽ അവർക്ക് വശപ്പെടുന്നത്. പലർക്കും പല രീതിയാണല്ലോ. അതുകൊണ്ടാണ് ഒന്നിലധികം വിദ്യകൾ പറയുന്നത്. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇനിയും ഞാൻ ഈ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട കാര്യം പിതൃപ്രീതി എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ലക്ഷങ്ങൾ മുടക്കി പൂജ ചെയ്തിട്ടും അല്ലെ ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ പിതൃപ്രീതിക്ക് വേണ്ടി ഞാൻ പറയുന്ന നിങ്ങളൊരു കാര്യം ചെയ്യുക. ഒരു രഹസ്യ വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളോട് ആരും ഇത് പറഞ്ഞു തരത്തില്ല, അതുപോലൊരു കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അത് സൂര്യനെ നോക്കി ജപിക്കണം. ആ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. 1, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സത്യസന്ധമായിട്ട് സ്നേഹിക്കണം. അവർ തെറ്റ് ചെയ്താൽ അവരോട് ക്ഷമിക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം. അവർ നിങ്ങളോട് തെറ്റ് ചെയ്താലും നിങ്ങൾ അവരോട് ക്ഷമിക്കണം. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവർക്ക് സന്തോഷം കൊടുക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. 2, മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ആവശ്യമില്ലാതെ നശിപ്പിക്കരുത്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇന്ന് പലയിടത്തും കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പെര വെക്കണമെങ്കിൽ പ്ലാവും മാവും ആവശ്യമില്ലാതെ എല്ലാം അങ്ങ് വെട്ടിക്കളയും. ആവശ്യത്തിന് നമ്മൾ വെട്ടുന്നത് തെറ്റില്ല, ആവശ്യമില്ലാതെ മരങ്ങൾ നശിപ്പിക്കരുത്. പറ്റുന്നെങ്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അയൽവക്കക്കാരൻ്റെ അതിരെ കൊണ്ട് വെക്കാനല്ല, നിങ്ങളുടെ ഭൂമിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യണം. അതിൽ മരങ്ങളെ സംരക്ഷിക്കണം. അതിനകത്തൊക്കെ കാര്യമുണ്ട്. 3ാമത്തെ കാര്യം പക്ഷിമൃഗാദികൾ, പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക, മൃഗങ്ങളെ സംരക്ഷിക്കുക, അല്ലെ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുക. ഈ കാര്യങ്ങൾ ചെയ്യണം. 4ാമത്തെ കാര്യം, നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നാൽ, ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർ വരെ ഉണ്ട്, വലിയ ഉത്തരവാദിത്തമുള്ള. അങ്ങനെ വലിയ വലിയ ആളുകളും ഉണ്ട്, അങ്ങനെ ചെറിയ ജോലി ചെയ്യുന്നവരുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നാൽ നിങ്ങൾ അവരോട് കരുണ കാണിക്കണം. നിങ്ങൾ അവരോട് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, വക്കീലന്മാരുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, അല്ലെ ഗവൺമെൻറ്റിലൊക്കെ നല്ല ജോലിയിലിരിക്കുന്നവരുണ്ട്, നിങ്ങൾ ആളുകളോട് കരുണ കാണിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ അന്യായമായിട്ടൊന്നും ചെയ്യാനൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, കരുണ കാണിക്കുക, അവരോടൊരു സ്നേഹത്തോടെ പെരുമാറുക. ഇതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഇതൊരു മോട്ടിവേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ് അങ്ങനെയൊന്നും പറയുന്നതല്ല. ശിവജ്ഞാനമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ശിവജ്ഞാനം. നീ നിന്റെ മുന്നിൽ വരുന്നവരോട് കരുണ കാണിച്ചാൽ നിന്നോട് സാക്ഷാൽ പരമേശ്വരൻ കരുണ കാണിക്കും, ഈശ്വരൻ കരുണ കാണിക്കും. ശിവജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഈ ഞാൻ പറഞ്ഞു തരുന്ന സത്യവിദ്യ പറഞ്ഞു തരുന്നത്. നമ്മുടെ മുന്നിൽ പലരും വരും.
നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേ പോലും അവരെ ഒന്ന് അവരോടൊന്ന് ചിരിച്ച് സംസാരിക്കുക, അല്ലെ നമ്മൾ വാക്കുകൾ കൊണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അവരെ പറഞ്ഞ് പേടിപ്പിക്കാതെ. ഇന്ന് എന്നോട് ഒരാൾ വാട്സപ്പിൽ ചോദിച്ചു, സാറേ വ്യാഴം മാറുന്നു എന്ന് പറഞ്ഞു, എവിടെയോ ആരാണ്ട് പറഞ്ഞു, പേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. വ്യാഴം മാറിക്കോട്ടെ, ശനി മാറിക്കോട്ടെ, അതിനെന്നാ. നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്താൽ, അത് ചെയ്യുന്നവർക്ക് എന്നും ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഞാൻ മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെയും നമ്മൾ പേടിപ്പിക്കുക, നമ്മുടെ മുന്നിൽ വരുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യരുത്. നമ്മൾ അവരോട് അനുകമ്പയോടെ, ഒരു ദയയോടുകൂടി നമ്മൾ അവരോട് പെരുമാറണം. നമുക്ക് പറ്റുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, അവരോട് നീതി പുലർത്തുക. അതാണ് ഈ 4 കാര്യങ്ങൾ, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം. നിങ്ങൾ എന്നിട്ട് ഇത് ഫലിക്കാൻ വേണ്ടിയാ നിങ്ങൾ രാവിലെ സൂര്യനെ നോക്കി ഓം നമോ നാരായണായ എന്ന് നിങ്ങൾ ജപിക്കുക, കൈകൾ ഇങ്ങനെ വെച്ച്. ഓം നമോ നാരായണായ. സൂര്യനെ നോക്കിയെന്ന് പറഞ്ഞാൽ സൂര്യനെ കൃത്യം നോക്കണമെന്ന് നിർബന്ധമില്ല. സൂര്യപ്രകാശത്തെ നോക്കിയാലും മതി, ആകാശത്തേക്ക് നോക്കിയാലും മതി. അത് ആകാശത്ത് സൂര്യപ്രകാശം, അതായത് രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ജപിക്കുക. ആകാശത്ത് സൂര്യപ്രകാശത്തെ നോക്കിയാലും മതി, ആകാശത്ത് നോക്കിയാലും മതി. കറക്റ്റ് സൂര്യനെ തന്നെ നോക്കണമെന്നില്ല. ഓം സൂര്യായ നമ, ഓം സൂര്യായ നമ എന്നല്ല, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് സൂര്യനെ നോക്കി കിഴക്കോട്ട് ജപിക്കുക. ആ വ്യക്തിക്ക് പിതൃപ്രീതി അപ്പോഴേ ഉണ്ടായി വരും. ദിവസവും ചെയ്യുക. അതൊരു 1 മിനിറ്റോ അല്ലെങ്കിൽ 3 തവണയോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജപിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. പിതൃപ്രീതി അപ്പോഴേ ഉണ്ടായി വരും. ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് പിതൃപ്രീതി ഇല്ലെങ്കിൽ ഈ ഒരു വിദ്യ നിങ്ങൾ ചെയ്ത് നോക്കുക, പിതൃപ്രീതി അപ്പോഴേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. ആ പിതൃപ്രീതി ഉണ്ടായി കഴിയുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അത് ഉയർച്ച ഉണ്ടാകും, ദുരിതങ്ങൾ മാറും, ക്ലേശങ്ങൾ മാറും, എല്ലാം നല്ല രീതിയിലാകും. ഒരു മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരും നല്ല രീതിയിൽ വരും, കൊച്ചുമക്കളും നല്ല രീതിയിലാകും, പിന്നെ ഭാര്യയും ഭർത്താവും എല്ലാം നല്ല സുഹൃതമായ ഒരു ജീവിതം ഉണ്ടാകും. എന്നെ ഇവിടെ കാണാൻ പറഞ്ഞ എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ടെന്നറിയോ. ഞാൻ ഇന്നലെ ഒരു കസ്റ്റമറിനോട് പറഞ്ഞു, എത്ര നല്ല കുടുംബങ്ങളാണെന്നറിയോ, നല്ല സ്വഭാവമുള്ള ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കള്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യുന്ന സുഹൃതമാണ്. അവർക്കും സുഹൃതമുണ്ട്. ഞാൻ പലപ്പോഴും അങ്ങനെ എത്ര ആളുകളെ ഞാൻ നല്ല നല്ല ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നറിയോ. അത് വാട്സപ്പിൽ ഒക്കെ ആണെങ്കിലും നോക്കുന്നതും പറഞ്ഞ അവരൊക്കെ എത്ര നല്ല ആളുകളാണെന്നറിയോ. ഇതൊക്കെ ഇതുപോലെ നല്ല കാര്യങ്ങൾ കേൾക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴേ നല്ലത് മാത്രമേ വരത്തുള്ളൂ. ഈശ്വരാധീനം ഇല്ലാത്തവർ ആ തട്ടിപ്പിലും വെട്ടിപ്പിലും എവിടെ ഉണ്ടോ അവിടെ പോയി ചാടും. എന്നിട്ട് അതിൻ്റെ അനുഭവിക്കുകയും ചെയ്യും. രക്ഷപ്പെടാതെ ചിലപ്പം കൈകാലിട്ടടിക്കും, ആരും രക്ഷിക്കാനും കാണത്തില്ല. ഈശ്വരാധീനം ഇല്ലാത്തവർക്ക് പറ്റുന്നൊരു കുഴപ്പമാണ്. അതുപോലെ പൊട്ടത്തരങ്ങളുടെ പുറകെ പോകുന്നവർക്ക് വരുന്നൊരു കുഴപ്പം അത്. സത്യമായ ജ്ഞാനം കിട്ടുന്നവരെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും എവിടുന്നെങ്കിലും ഒരു സഹായം വരും. അവരൊന്നും ആപത്തിൽ പോയി ചാടത്തില്ല. ആപത്തിൽ ചാടിയാലേ അവർ രക്ഷപ്പെടും എന്നുള്ളതാണ്. ആരെങ്കിലും അവരെ രക്ഷപ്പെടുത്തും, അല്ലെ അവരെങ്ങനെങ്കിലും രക്ഷപ്പെടും, അല്ലെ അവരെ മോശവാളികൾ അവരോട് സമ്പർക്കത്തിന് വരത്തില്ല. അതാണ് ഈ വിദ്യകളുടെ എല്ലാം രഹസ്യം എന്ന് പറഞ്ഞാൽ. എന്നോട് ഇന്നും ഒരാൾ മെസ്സേജ് ചെയ്തു, ഭയം ഭയങ്കരമായിട്ടുണ്ട്, ടെൻഷനുണ്ട്, മാറാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അതുകൂടെ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം, കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഉപകരിക്കും. അതായത് ഞാൻ വീണ്ടും പറയുന്നു, രാവിലെ കുളി ചീറനോടെ, ഞാനിത് ഇന്നലെ പറഞ്ഞതാണ്, ഇന്നൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. കുളി ചീറനോടെ രാവിലെ വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ടു വാ കൊണ്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. വാ കൊണ്ട് ഒരു തവണ ജപിക്കുക. ഭദ്രകാളിയമ്മേ, എനിക്ക് ധൈര്യം നൽകണേ, എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ. സ്വന്തം അമ്മയോടുള്ള സ്നേഹം പോലെ ആ അമ്മയെ, ഭദ്രകാളിയമ്മയെ സ്നേഹത്തോടെ വിളിക്കണം. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക, സെക്കൻഡുകൾക്കുള്ളിൽ തല തോർത്തണം, വെള്ളം താഴാതെ. എന്നിട്ട് വലതുകാലം വെച്ച് ഇറങ്ങുക. അതൊക്കെ അവനവൻ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വാ കൊണ്ട് ഒരു തവണ ജപിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക, നിത്യേന രാവിലെ ചെയ്യുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പും, ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും, ഏതൊരു കാര്യം അവസാനിക്കുമ്പോഴും, വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഈ മന്ത്രം വാ കൊണ്ട് ഒരു തവണ ഉരുക്കഴിക്കുക, വാ കൊണ്ട് ഒരു തവണ ജപിക്കുക. സ്വന്തം അമ്മയോടുള്ള സ്നേഹം പോലെ ഭദ്രകാളി അമ്മയെ വിളിക്കണം. എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും, പിന്നെ ഏതൊരു ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ്, ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ്, ഏതൊരു കാര്യം അവസാനിക്കുമ്പോഴൊക്കെ ചെയ്യുക. ഇനി മനസ്സിൽ ചെല്ലാൻ പറ്റാത്ത വാ കൊണ്ട് ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ മനസ്സിൽ ചൊല്ലിയാലും മതി. ഇതിങ്ങനെ നിത്യേന ആവർത്തിക്കുക. ഭയം നിങ്ങളുടെ അയൽവക്കത്ത് വരത്തില്ല,
നിങ്ങളുടെ ടെൻഷൻ മാറും, എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകും. അമ്മയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ പറയണം. ധൈര്യം തരാൻ എനിക്ക് ധൈര്യം തരണം എന്ന് പറയുന്നതോടൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങളൂടെ പറയണം. അതും നിറവേറ്റപ്പെടും, ധൈര്യവും കിട്ടും. ഒരുപാട് ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല, അപ്പുറത്തൊരു ജ്ഞാനമില്ല കേട്ടോ. അപ്പൊ ഇവിടെ അമ്മയോട് നിങ്ങൾക്ക് അതുപോലെ സ്നേഹം വരണം, അതുപോലെ സ്നേഹത്തോടു കൂടി വേണം ഇത് ജപിക്കാൻ, അപ്പോഴാ ഫലം ഉണ്ടാകുന്നത്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാവരുടെയും. പിന്നെ ഒരാൾ എന്നോട് വാട്സപ്പിൽ ചോദിച്ചു, അലക്കുകല്ലിനെ കുറിച്ച് ചോദിച്ചു. അപ്പം ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോണ്ട് ഒരാൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അലക്കുകല്ല് നല്ലതാണ്. ഇനിയിപ്പോൾ സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയാലും നമ്മൾ ആ ഈശ്വരനെ വിളിക്കുന്നു, നല്ല നന്മ ചെയ്യുന്നു, ഈശ്വരനെല്ലാം നല്ലതാക്കിക്കോളും. ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയമാ പ്രശ്നം, മനസ്സിലായില്ലേ? ഒന്നും ഭയപ്പെടേണ്ട. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? വലിയവൻ, എല്ലാം സൃഷ്ടിച്ചവൻ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഋഷിമാർക്കോ യോഗിമാർക്കോ മഹർഷിമാർക്കോ ഒക്കെ ഒന്നിനും ഭയമില്ല. കാരണം അവരുടെ കൂടെ ആ ഈശ്വരനുണ്ട്. പിന്നെ നമുക്ക് എന്ന് രാവിലെ നിങ്ങൾ കിടക്കപ്പായിരുന്നുകൊണ്ട് മനസ്സിൽ ആദ്യം ഈശ്വരന് നന്ദി പറയണം. ഈശ്വര നന്ദി, മഹത്വം എന്ന് പറയണം. എന്തിനാണെന്നറിയോ? ഞാൻ ഈ പ്രഭാതവും കണ്ടതിന്, ഞാൻ ശ്വസിച്ചതിന്, ഇപ്പൊ ശ്വസിക്കാൻ പറ്റുന്നതിന്. ചിലർക്ക് ശ്വാസം ബുദ്ധിമുട്ട് വന്നാൽ ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നതിന്, ശ്വസിക്കുന്നതിന്, ചിരിക്കാൻ പറ്റുന്നതിന്, നടക്കാൻ പറ്റുന്നതിന്, ഇരിക്കാൻ പറ്റുന്നതിന്, ഞാൻ ഈ നിമിഷം ജീവിക്കുന്നതിന്. അല്ലാതെ എനിക്ക് മാളികയില്ല, കൊട്ടാരമില്ല, അങ്ങനെ പരാതിയില്ല. ഉള്ളതിന് നന്ദി പറയുക. ഈശ്വര ഞാൻ നന്ദി പറയുന്ന എല്ലാത്തിനും മഹത്വം. ഇന്നും കിടക്കപ്പായിരുന്നുകൊണ്ട് മനസ്സിൽ പറയുക, എല്ലാ ദിവസവും രാവിലെ പറയുക. ഈശ്വരൻ നിങ്ങളെ നടത്തും, ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാം നൽകും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു 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 നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു അനുഗ്രഹമാണ് ഈശ്വരൻ. ഇതൊക്കെ നിത്യേന നിങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.